ആദ്യമായിട്ട് ബ്ലൗസ് തയ്ക്കുന്നത് അംബികയ്ക്ക് വേണ്ടിയിട്ട് അല്ല, അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ചൂതാട്ടമൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഇങ്ങനെ പരിചയപ്പെടുകയും അതിൽ അംബിക മേഡം ഇല്ല, ജയപാരതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വേറൊരു ആൾ വഴിക്ക് അവർക്ക് പേഴ്സണലായിട്ട് തയ്ക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കടയിൽ വന്ന് തയ്ച്ചതാണ് അണിയാത്തവളയുടെ സമയത്ത്. അതിനു മുമ്പ് ഞാൻ വേറൊരു പടത്തിന് പോയിരുന്നു. പിന്നെ ഇതിനും 2-3 പടത്തിന് ശേഷം പിന്നെ ഇൻഡിപെൻഡന്റ് ആവുന്നതൊക്കെ അതിന് മുമ്പുള്ള അനുഭവങ്ങളാണ്. അഭിനയിച്ചു തുടങ്ങിയതിന് ശേഷമാണല്ലോ തയ്ക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ട്? ഇല്ല, ആദ്യ പടത്തിൽ തന്നെ ഞാൻ അഭിനയിക്കുകയും ഡബിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചൂതാട്ടത്തിൽ തന്നെ കോസ്റ്റ്യൂമർ അസിസ്റ്റന്റ് ആയിരുന്നു. ഒരു കുഞ്ഞു ക്യാരക്ടർ ചെയ്തു. അതിന് ഡബിങ്ങും ട്രിവാൻഡ്രത്ത് തരങ്കിണി സ്റ്റുഡിയോ ഒക്കെ ട്രിവാൻഡ്രത്ത് മദ്രാസിലല്ലാതെ ഡബ് ചെയ്യാന്നുള്ളൊക്കെ ഒരു സംവിധാനമൊക്കെ ട്രിവാൻഡ്രത്ത് വരുന്ന അങ്ങനെ യേശുദാസാറിന്റെ. അപ്പൊ അവിടെ വെച്ചായിരുന്നു അതിന്റെ ഡബിങ്. അങ്ങനെ എന്നെ വിളിച്ചു. അന്ന് എന്റെ ശബ്ദം ഇങ്ങനെ ഓടക്കുഴലിൽ പൊളിത്തൊരു വെച്ചായിരുന്നു ആയിരിക്കും. അങ്ങനെ എന്നെ കൊണ്ട് തന്നെ ഡയറക്റ്റ് ചെയ്യിച്ചായിരുന്നു. കുപ്പായങ്ങളോട് പണ്ടേ ഇഷ്ടമായിരുന്നു. അപ്പൊ ഓണത്തിനൊക്കെ ഒരു കുപ്പായമൊക്കെ ആയിരിക്കും ചിലപ്പോ ഓണത്തിനായിരിക്കും കിട്ടുക. ആ ഒരെണ്ണം തന്നെ ആവും. അത് ഓണം വരെയൊക്കെ കാത്തിരിക്കും. അതെ. അപ്പൊ ഈ കുപ്പായങ്ങളുടെ മണം ഭയങ്കര ഇഷ്ടമാണെന്ന് എഴുതി കണ്ടു. പുത്തൻ തുണി. അതെ. പുത്തൻ തുണി എന്ന് പറയുന്നത് പുസ്തകം. തുണിയൊക്കെ ഭയങ്കര. അപ്പൊ അത് വെക്കാൻ കൊടുത്തിട്ട് അമ്മാവിന്റെ കടയുടെ അവിടെ കൂടെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും. അത് കഴിഞ്ഞിട്ട് ഈ ഒരുപാട് കുപ്പായങ്ങളൊക്കെ തയ്ച്ചു. മോഹൻലാലിനും മമ്മൂട്ടിക്കൊക്കെ വേണ്ടിയിട്ടൊരു കുപ്പായങ്ങൾ തയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും കുപ്പായം നമുക്ക് ഇട്ട് നോക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവരിട്ട് ഇടുന്നത് നമ്മൾ തയ്ച്ചതാണ് അവരിടുന്നത്. അങ്ങനെ തീർന്നിട്ട് അതിലിങ്ങനെ നോക്കി നിൽക്കും. നോക്കാം അവരിട്ട് അത് തൃപ്തി എന്ന് കാണുമ്പോഴത്തേക്കും ഉള്ളൊരു അഭിമാനം ഉണ്ടല്ലോ. ഞാൻ അപ്പോഴൊക്കെയാണ് നമ്മൾ ആ സൂചി കുത്തുകൊണ്ടതിൻ്റെ ഒരു സുഖം അനുഭവിക്കുന്നത്. അതിന്റെ ഒരു അധ്വാനത്തിന്റെ ബലം കിട്ടുന്നത്. ഈ പിന്നീട് ഈ ടിമ്പിള് ഏത് കാലം മുതലാ ഇട്ടു തുടങ്ങിയത്? അല്ല, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വേറെ മേശയ്ക്ക് ഇടപെട്ടിട്ട് വാങ്ങിച്ചു തന്നു ആള്. അത് ഇപ്പോഴും സൂചി ശരിക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ എനിക്ക് അത് ഇടണം. നമ്മൾ അതിട്ട് ശീലിച്ച പിന്നെ അത് വേണം സൂചി കയ്യിൽ പിടിക്കണമെങ്കിൽ. സൂചിയെ ഡ്രൈവ് ചെയ്യുന്നത് ഈ സാധനം. അന്ന് 10 പൈസക്കായിരുന്നു ശരിക്കും അമ്മാവിന്റെ കടയിൽ തുടങ്ങിയത്. 50 പൈസക്ക് തുടങ്ങി. നല്ല കാലമാണ്. 50 പൈസ ഉണ്ടെങ്കിലും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. മിക്കവാറും റേഷൻ വാങ്ങിക്കാനൊക്കെ തന്നെ അത് തന്നെ മതിയാവും. ഇതിനകത്തുനിന്ന് സിനിമ കാണാൻ പൈസ വല്ലതും കിട്ടിയിട്ടുണ്ടോ? സിനിമ അതിൽ നിന്നൊക്കെ എടുത്തിട്ട് തന്നെ രഹസ്യമായിട്ട് അമ്മയും ഞാനും കൂടെ പോയി സിനിമ കാണും. അതൊക്കെ തരും. അതൊന്നും എൻ്റെ നമ്മളെ ഓഹരിയൊക്കെ വീതിച്ച് തരും. ഈ പിന്നീട് ഒരു വളർച്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, തൂവാനത്തുമ്പികൾ തുടങ്ങിയിട്ട് ഇപ്പൊ സീസൺ, അതേപോലെ പത്മരാജന്റെ ഗന്ധർവൻ ഉൾപ്പെടെയുള്ള സിനിമകൾ, ഒരു 10-14 സിനിമകൾ എനിക്ക് തോന്നുന്നു പത്മരാജനൊപ്പം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും നമ്മളെയൊക്കെ ആകർഷിക്കുന്നത് ഈ ക്ലാര ഇട്ടുകൊണ്ട് വരുന്ന ഒരു ചുമന്ന ബ്ലൗസ് ഉണ്ട്. അതെ, അതെങ്ങനെയാ അത് ഡിസൈൻ ചെയ്തത്? ഇല്ലെങ്കിൽ അന്ന് കുറച്ചുകൂടി മോഡേൺ ആണ് ഡ്രസ്സ് ഇപ്പൊ കാണുമ്പോഴും. അത് എങ്ങനെയായിരുന്നു ആ ചുവന്ന ബ്ലൗസിലേക്ക് എത്തിയത്?